കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൽ വളരെ പ്രിയനും ആദരണീയനുമായ പാസ്റ്റർ CB ആൻഡ്രൂസ് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ക്രമീകരിക്കാൻ താല്പര്യം കാണിച്ച അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിലെ പ്രിയ സഹോദരങ്ങൾ, ഈ പ്ലാറ്റ്ഫോമിലുള്ള വളരെ സീനിയേഴ്സായ ഞാൻ ആദരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, പാസ്റ്റർ TB സക്കറിയ, പാസ്റ്റർ മോനി മാത്യു, പാസ്റ്റർ PV മാത്യു, പാസ്റ്റർ മാത്യു ചെറിയൻ, പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ സാമുവൽ ജോൺസൺ, പാസ്റ്റർ റെജി, പാസ്റ്റർ ജോർജ് കുട്ടി, പാസ്റ്റർ രാജു തോമസ്, പാസ്റ്റർ സാമുവൽ ജോൺസൺ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരന്മാർ, എൻ്റെ പ്രിയ സ്നേഹിതൻ സിബി മലയിൽ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. നമ്മുടെ പഠനത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവശാസ്ത്രങ്ങളിൽ കോറാണ് ക്രിസ്റ്റോളജി, കേന്ദ്ര പഠനമാണ് ക്രിസ്തുശാസ്ത്രം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും എന്നതിൻ്റെ വളരെ ലഘുവായ ഒരു പഠനം മാത്രമാണ് ഞാൻ നടത്തുന്നത്. ശ്രേഷ്ഠന്മാരായ സിസ്റ്റമാറ്റിക് തിയോളജിയൻസ്, ലൂയി ബർക്കോഫ് ഒക്കെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാം എത്തി നിൽക്കുന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവുകളിലേക്കാണ്. നാം ആ തെളിവുകൾക്ക് 3 ഭാഗങ്ങൾ പറഞ്ഞു. ഒന്ന് ദൃക്സാക്ഷികൾ, സുവിശേഷകരുടെ വിവരണം, പിന്നീട് കൊലാറ്ററൽ എവിഡൻസസ്. ഈ കൊലാറ്ററൽ എവിഡൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിവില്ലാത്ത, ആൾബലമില്ലാത്ത, അധികാരബലമില്ലാത്ത, ധനബലമില്ലാത്ത, മതബലമില്ലാത്ത കുറച്ചു മനുഷ്യർ മതമേധാവിത്വത്തിനും രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെയും മുമ്പിൽ ഒരു തീക്കഷ്ണം പോലെ നിന്നത് ഉയർപ്പിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്നും അതേ ഉയർപ്പിൻ്റെ ശക്തിയാണ് ക്രിസ്തുമാർഗത്തിൻ്റെ ഊർജധാതു എന്നത് ദൈവമക്കൾ മറക്കരുത്. അടുത്ത പാഠത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത് ക്ലാസ് കുറച്ച് വേഗം കൂടിപ്പോകുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ട് പരമാവധി വേഗത കുറച്ച് പറയാൻ ഞാൻ ശ്രമിക്കാം. എങ്കിലും അതൊരു ആത്മപ്രേരണയിലാണ് പലപ്പോഴും അങ്ങനെ ആയി പോകുന്നത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്ന വാദത്തെ എങ്ങനെ ഖണ്ഡിക്കാം? ക്രിസ്തുമാർഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ചരിത്ര രേഖകളാൽ നിബിഡമാണ് തിരുവെഴുത്ത്. ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന രേഖകളുണ്ട് ക്രിസ്തുമാർഗത്തിന്. ഇത് നിർമ്മിത കഥകൾ പ്രസ്താവന അല്ല. ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവരല്ല എന്നാണല്ലോ പത്രോസ് പറഞ്ഞത്. 3 പാഠങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയാം. ഒന്ന്, നമ്മുടെ സബ് ടൈറ്റിൽ എഴുതുന്നവർക്ക് ക്രൂശിൽ മരിച്ചില്ല എന്ന വാദത്തെ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്. ഒന്ന്, കർത്താവ് പ്രാണനെ വിട്ടത് ശതാധിപൻ കണ്ടു. വായിക്കാമോ സഹോദരി? മർക്കോസ് 15:39. അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ മതി. അവന് എതിരെ നിന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഒരു ആംബിഗ്വിറ്റിയും ഇല്ലാത്ത ലളിതവും സ്പഷ്ടവുമായ വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, 2ാമത്തെ ഉദാഹരണം, യേശു മരിച്ചുപോയി എന്ന് പടയാളികൾ കണ്ടു. യോഹന്നാൻ 19:33, ജോൺ 19:33.
അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ മതി. കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചു പോയി എന്ന് കാണുകയാ. ഇതും വളരെ ലളിതവും സ്പഷ്ടവുമായ വിവരണം. മൂന്നാമത്തത് വളരെ ശ്രദ്ധേയമായ ഒരു കാരണം. ഈ മാർഗത്തിന്റെ സവിശേഷത, ക്രിസ്തു മാർഗത്തിന്റെ സവിശേഷത, ഈ മാർഗം പഠിപ്പിക്കുന്ന ജീവിത രീതികളും ജീവിത തത്വങ്ങളുമാണ്. സത്യം മാത്രം പഠിപ്പിക്കുന്ന, കരുണയും ദയയും സ്നേഹവും മനുഷ്യസ്നേഹവും പഠിപ്പിക്കുന്ന, ആയുധങ്ങൾ കൊണ്ടല്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കുന്ന ഈ മാർഗത്തിന് ഇങ്ങനൊരു കളവിൽ നിലനിൽക്കാൻ സാധ്യമല്ല. കളവ് നിലനിൽക്കുകയില്ല. കളവ് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ തള്ളപ്പെടുക തന്നെ ചെയ്യും. ഈ മാർഗം, ക്രിസ്തു മാർഗം, ഇന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല, ഒരു പഠനം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് നടത്താവുന്നതാണ്. ചരിത്രത്തിൽ ക്രിസ്തു മാർഗത്തിനെതിരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് ഒരു നല്ല പഠനത്തിന് വിധേയമാക്കാവുന്ന കാര്യമാണ്. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. വോയിസ് ഓഫ് മാർട്ടയേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ഗൗരവമായി അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തെ ഇല്ലാതാക്കാൻ എല്ലാ കാലത്തും ഭരണകൂടങ്ങളും ബുദ്ധിജീവികളും ശ്രമിച്ചിട്ടും കലാകാരന്മാരും ശ്രമിച്ചിട്ടും ഇത് മാറാതിരിക്കുന്നത്, ഇല്ലാതാകാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് സത്യത്തിൽ അടിസ്ഥിതമാണ്. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടു: സത്യവും നീതിയും സ്നേഹവും ക്ഷമയും കരുണയും പഠിപ്പിക്കാൻ ഈ മാർഗത്തിന് എങ്ങനെ കഴിയും? കളവായിട്ടുള്ള ഒരു കഥയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ. ഇന്ന് രാത്രിയിൽ പ്രായോഗിക തലത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ക്രിസ്തു ഒരുവനിൽ വളരുമ്പോൾ ആ ആളുടെ ക്യാരക്ടർ മാറുക എന്നത് സ്വാഭാവികമായ ഒരു ക്രിയയാണ്. അഥവാ കളവിൽ നിന്ന് സത്യത്തിലേക്കും അഹന്തയിൽ നിന്ന് വിനയത്തിലേക്കും ധനസമ്പാദനത്തിൽ നിന്ന് ധനം കൊടുക്കുന്നതിലേക്കും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ കഴിയുന്നതും ഒക്കെ ക്രിസ്തു ഒരുവനിൽ വളരുമ്പോൾ, ഞാൻ ഉപയോഗിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. വെച്ചുകെട്ടുന്ന മാർഗമല്ല. നിങ്ങളിൽ എന്നിൽ ക്രിസ്തു ഉണ്ടോ എന്നത് അളക്കാൻ വളരെ എളുപ്പമാണ്. വളരെ വളരെ എളുപ്പം. നമ്മിൽ ക്രിസ്തു സ്വഭാവമുണ്ടോ എന്ന് മറ്റൊരാൾ വീക്ഷിക്കുമ്പോൾ അതുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മിൽ ക്രിസ്തു ഉണ്ട്. ഓർക്കുക, ഒരു സഭയിൽ കൂടുന്നത് കൊണ്ട് ഒരാൾക്ക് ക്രിസ്തു ഭാവം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തിരുവെഴുത്തിൽ നിന്ന് ശ്രേഷ്ഠമേറിയ തെളിവ് ഞാൻ തരാം. ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ. എന്നെ ഞെട്ടിപ്പിച്ച ഒരു പ്രയോഗമാണ്. ഗലാത്യയിലെ വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഒരു സഭാംഗമായതുകൊണ്ട് ഒരുവനിൽ ക്രിസ്തു ഉരുവാകണമെന്ന് യാതൊരു നിർബന്ധവും. കൊരിന്ത്യർ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആംപ്ലിഫൈഡ് ബൈബിൾ അത് മനോഹരമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആർ യു റിയലി ക്രിസ്ത്യൻസ്? കൊരിന്ത്യയിലെ ദൈവസഭയോട് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ആംപ്ലിഫൈഡ് ബൈബിൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആർ യു റിയലി ക്രിസ്ത്യൻസ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത്
നാം കണ്ടുമുട്ടുന്ന ക്രിസ്ത്യാനികളെന്ന് പേരുള്ള പലരോടും ഈ ചോദ്യം ചോദിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർ യു റിയലി ക്രിസ്ത്യൻസ്? മടങ്ങി വരട്ടെ, ഈ മാർഗം സത്യത്തിലും മനുഷ്യത്വത്തിലും പണിയപ്പെട്ടതാണ്. ക്രിസ്തു ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊപ്പം ജീവിച്ച വ്യക്തിത്വമാണെന്നത് ഒരിക്കലും മറക്കരുത്. ആളുകളിൽ നിന്നകന്ന് വിലയേറിയ വസ്ത്രം ധരിച്ച് വലിയ ധനാഢ്യന്മാരുടെ ജീവിത രീതികൾ ഒക്കെ അവലംബിക്കുന്ന പ്രഭാഷകർക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ എനിക്കൊരു ഭയവുമില്ല. ഒരു ബന്ധവുമില്ല അവർക്ക് ക്രിസ്തുവുമായി. ഭാഷാ ഭംഗി കൊണ്ടും സമൂഹത്തിലുള്ള സ്വാധീനം കൊണ്ടും മാധ്യമങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുകൊണ്ടും പണം കൊടുത്തുണ്ടാക്കുന്ന പരസ്യം കൊണ്ടും വലുതാകുന്നവരല്ലാതെ ക്രിസ്തു ഉള്ളിൽ ഉള്ളവർ വാസ്തവത്തിൽ വിനയമുള്ളവരും താഴ്മയുള്ളവരും മനുഷ്യസ്നേഹമുള്ളവരുമായിരിക്കും. അവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുത്ത പാഠം. നമ്മുടെ പഠനത്തിനൊരു സ്ട്രക്ചറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഫാക്ട്, പ്രൂഫ്, നേച്ചർ. ഇത് ക്രിസ്റ്റോളജി പഠനത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ രീതി അതാണ്. ഇപ്പോൾ ഫാക്ട്സ് പഠിച്ചു, നാം ഇവിടെ പ്രൂഫ് പഠിച്ചു. നേച്ചർ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ അത് പറയുന്നതിന് മുമ്പ്, നേച്ചർ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ പറയുന്നതിന് മുമ്പ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന പ്രധാനപ്പെട്ട 4 ആരോപണങ്ങൾ പറഞ്ഞ ആളുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടും. ഒന്നാമത്തെ ആള് വളരെ പ്രസിദ്ധനാണ്. ഒരു സ്വീഡിഷ് സർജനായിരുന്ന ഡോക്ടർ ഹ്യൂഗോ ടോൾ ആണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന ഏറ്റവും ആധികാരികമെന്ന് തോന്നുന്ന രീതിയിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അയാൾ പറഞ്ഞത് യേശു കർത്താവ് അടിയേറ്റു ബോധം കെട്ടു വീണു. ബോധം കെട്ടു വീണ് ഈ സുഗന്ധ വസ്തുക്കൾ കൊണ്ട് ബോധം കെട്ട് കിടന്ന യേശുവിനെ പുതച്ച് മൂടി കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ ഈ സുഗന്ധ വസ്തുക്കളിലുള്ള ഔഷധ ഗുണം കൊണ്ട് ബോധം വന്നു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം, ഈ കല്ലെങ്ങനെയാ മാറിയത്? അയാൾ അതിന് പറയുന്ന കാരണം ആ സമയത്തൊരു ഭൂമികുലുക്കം ഉണ്ടായി. വളരെ വിചിത്രമാണ് ഹ്യൂഗോ ടോളിന്റെ വാദം. ഞാൻ മറുചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ആ സമയത്ത് തന്നെ ഒരു ഭൂമികുലുക്കം ഉണ്ടാക്കിയത് ആരായിരിക്കും? തിരുവെഴുത്ത് പറയുന്നത് യഹോവ നോക്കുമ്പോഴാണ് ഭൂമി കുലുങ്ങുന്നതെന്ന്. അപ്പൊ അയാളുടെ വാദം എത്ര ബാലിശവും എത്ര പരിഹാസ്യവുമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ആള് റെനാനാണ്. റെനാന്റെ വാദം സ്നേഹം മൂലം മതിമറന്ന ഒരു സ്ത്രീ ഉണ്ടാക്കിയ കഥയാണ് യേശുവിൻ്റെ ഉയർപ്പ്. മറിയെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ, അവളുടെ ഉള്ളിൽ യേശു കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അവളൊരു ഫാന്റസി സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതാണ് കർത്താവിൻ്റെ ഉയർപ്പ് എന്നാണ് റെനാന്റെ വാദം. മറ്റു 2 വാദഗതികൾ ഇന്ന് ലോകത്തിൽ വളരെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വാദഗതികളാണ്. അതിലെ പ്രധാനയാള്, മൂന്നാമത്തെ ആള് റസൽ. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, റസൽ യഹോവ സാക്ഷികളുടെ ഉപദേഷ്ടാക്കന്മാരിൽ ഉന്നതനായിരുന്നു. അയാൾ പറയുന്നത് ഈ ശരീരത്തെ യഹോവയായ ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവിടുന്ന് എടുത്തു മാറ്റിയതാണ്. ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മറിച്ച് ഹി വാസ് സൂപ്പർ നാച്ചുറലി റിമൂവ്ഡ്. ഓർക്കുക, ഇതിനൊന്നും തിരുവെഴുത്ത് ആധാരമായ ഒരു വേദഭാഗവും ഉദ്ധരിക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. അടുത്തയാള് നോക്സ് ആണ്. ജോൺ നോക്സ് അല്ല, യഹോവ സാക്ഷികളുടെ പ്രസിഡന്റ് ആയിരുന്ന 1950കളിൽ യഹോവ സാക്ഷികളുടെ പ്രസിഡന്റ്, അവരുടെ ഏറ്റവും വലിയ ആളെ അവർ പ്രസിഡന്റ് എന്നാണ്. പ്രസിഡന്റ് ആയിരുന്ന നോക്സിന്റെ വാദമാണ്.
നോക്സ് പറയുന്നത് ജീസസ് റിസറക്റ്റഡ് സ്പിരിച്വലി, നോട്ട് ബോഡിലി. യേശു കർത്താവിൻ്റെ ആത്മാവ് മാത്രം ഉയർത്തെഴുന്നേറ്റു, ശരീരം ഉയർത്തെഴുന്നേറ്റില്ല. അതിവർ മോഷ്ടിച്ചു മാറ്റിയതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഹ്യൂഗോ ടോൾ ഉണ്ടാക്കിയ കഥയാണ് ബോധമുണർന്ന യേശു ഭൂകമ്പത്താൽ കല്ലുമാറ്റപ്പെട്ടപ്പോൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി ഒളിച്ചു പോയി കാശ്മീരിൽ പോയി പാർത്തു. കാശ്മീരിൽ പാർത്ത് അവിടെ വെച്ചു മരിച്ചു. ഓർക്കുക, ഈ വാദഗതികൾക്കൊന്നും ചരിത്രപരമായ ഒരു രേഖ പോലുമില്ല. ഇസ്ലാം സഹോദരന്മാർ പലരും ഈ കഥ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. യേശു കാശ്മീരിൽ വന്നു. ഹൈന്ദവ തത്വചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പല ഉപദേശങ്ങളുമാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്നുവരെ വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഓർത്തു നോക്കുക, യേശുവിൻ്റെ ഉപദേശങ്ങൾ അതിൽ തന്നെ യുണീക്കാണ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ അതിൽ തന്നെ നവീനമാണ്. യേശുവിൻ്റെ ഉപദേശങ്ങൾ അതിൽ തന്നെ പ്രായോഗികമാണ്. ഈ വാക്കുകളൊക്കെ ഞാൻ വളരെ വളരെ സൂക്ഷിച്ചും വ്യക്തമായ ബോധ്യത്തോടും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് മഹത്വം. യേശുവിനെ പോലെ, യേശു അല്ലാതെ മറ്റൊരാളില്ല. ദൈവത്തിന് മഹത്വം. എന്തോ ഒരു ഭാഗ്യം ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം യേശു നമ്മുടെ ഉള്ളിൽ വന്നു എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും ആ ആനന്ദകരമായ ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മ, എൻ്റെ കർത്താവിനെ എനിക്ക് നേരിൽ കാണാം എന്ന ചിന്ത എൻ്റെ ജീവിതത്തെ ധന്യമാക്കുകയും എൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുകയും ചെയ്യും. അടുത്തത് നേച്ചർ ഓഫ് റിസറക്ഷൻ. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഘടന എന്തായി? How did he resurrected? How did he resurrect? തിരുവെഴുത്തിൽ വളരെ ലളിതമായി ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ച വാക്യം വ്യക്തമാക്കിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ മരണ അടക്ക ഉത്ഥാനങ്ങൾ മനുഷ്യരുടെ മരണവും അടക്കവും ഉണ്ടാകാൻ പോകുന്ന പുനരുത്ഥാനവുമായിട്ട് പൂർണ്ണമായും ബന്ധപ്പെടുന്നതല്ല. ഇറ്റ് ഈസ് യുണീക്ക് ബൈ ഇറ്റ് സെൽഫ്. വാക്യം വായിക്കാമോ കുഞ്ഞെ? സങ്കീർത്തനം 16:10. അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ റിസറക്റ്റഡ് ബോഡിയുടെ നേച്ചർ എന്തായിരുന്നു. നിന്റെ പരിശുദ്ധനെ, വേഗം വായിച്ചാട്ടെ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അതിന്റെ മോളിൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ജീസസ് ബോഡി ഡിഡ് നോട്ട് ഡീകേ. ഓർത്തിരിക്കണത് നിങ്ങൾ. മനുഷ്യശാസ്ത്രം, ഈ ബയോളജിക്കൽ സ്റ്റഡിയിൽ എനിക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാമായിരിക്കും. ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബോഡി ഡീകേ ചെയ്യാൻ ആരംഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ കർത്താവിൻ്റെ ശരീരം ഡീക്കേഡായില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. God did not allow his son's body to decay. കർത്താവ് മരണത്തിലും താൻ യുണീക്കായിരുന്നു, അടക്കത്തിലും താൻ യുണീക്കായിരുന്നു. റിസറക്റ്റഡ് ബോഡിയുടെ നേച്ചർ എന്താണ്? യോഹന്നാൻ 20 പ്രാവശ്യം, ബാക്കി എടുക്കണ്ട, അടഞ്ഞിരുന്ന വാതിലിനകത്തൂടെ കർത്താവ് വന്നു എന്ന് നാം വായിക്കും. അപ്പൊ അടഞ്ഞിരിക്കുന്ന, ട്രാൻസ്പെയറന്റ് അല്ലാത്ത, ഒപ്പേക്കായ ഒരു വസ്തുവിനകത്തുകൂടെ ചലിക്കണമെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഘടനയ്ക്ക് സാധ്യമല്ല.
അതുകൊണ്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം മനുഷ്യ ശരീരം ആയിരുന്നില്ല, മറിച്ച് ഇറ്റ് വാസ് ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വകരിക്കപ്പെട്ട ശരീരമായിരുന്നു. അതെങ്ങനെ ഇരിക്കും എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു ദിവസം നമുക്കറിയാം എന്താണ് മഹത്വീകരിക്കപ്പെട്ട ശരീരമെന്ന്. കാരണം നമ്മുടെ ശരീരവും രൂപാന്തരപ്പെട്ട് മഹത്വീകരിക്കപ്പെടുന്ന ശരീരമായി മാറുന്ന ഒരു ദിവസം ഉണ്ട്. അത് ഭക്തന്റെ ജീവിതത്തിലെ പ്രത്യാശയാണ്. ഈ ദ്രവത്വമായത് 1:15 പൗലോസ് പറയാണ്, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കും. ഈ ശരീരം, എൻ്റെ ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, ഡീക്കേ ചെയ്തതാണ്. പക്ഷേ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കുമെന്നതിന്റെ അർത്ഥം ഈ ദ്രവത്വമായത് ക്രിസ്തുവിൻ മഹത്വീകൃത ശരീരമായി രൂപാന്തരപ്പെടും. പ്രൈസ് ഗോഡ്. ഇനി കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രീതി എന്തായിരുന്നു ശ്രദ്ധിച്ചു കേൾക്കണം. മാനർ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ. ക്രിസ്തു തന്നാൽ തന്നെ ഉയർത്തെഴുന്നേറ്റതാണോ, അതോ മറ്റൊരു രീതിയിൽ ഉയർത്തെഴുന്നേറ്റതാണോ? വ്യക്തമായി തിരുവെഴുത്തിൽ ഉത്തരം. താൻ പഠിക്കുന്നതിനെല്ലാം വ്യക്തമായ തിരുവെഴുത്ത് ആധാരമായിട്ടുണ്ട്. അതിന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ആര് എന്ത് പഠിപ്പിച്ചാലും അത് തിരുവെഴുത്തിൽ അടിസ്ഥിതമാണോ എന്ന് പരിശോധിക്കാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. നിർമ്മിത കഥകൾ നമുക്ക് കേൾക്കണ്ട. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ്. തിരുവചനം, സത്യവചനം വ്യക്തമായി വിഭാഗിച്ചു കൊടുക്കുക എന്നതാണ് ഒരു ദൈവവചന പ്രഭാഷകന്റെ ഉത്തരവാദിത്വം, ഒരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം. ഫലിതമായി ഞാൻ പറയാം, ഈ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അഭിഷിക്തൻ, അഭിഷിക്തൻ, അഭിഷിക്തൻ. അത് സ്ക്രിപ്ചറലായ ഒരു വാക്കേ അല്ല. ഒരു ശുശ്രൂഷകനെ അങ്ങനെ വിളിക്കാൻ തിരുവെഴുത്തിൽ ഒരു വേദഭാഗവും ഉദ്ധരിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെ ആരോ ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് പിന്നെ എല്ലാവരും അതങ്ങ് ആവർത്തിക്കുക. എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ദൈവവചനം പഠിപ്പിക്കുന്നവരെ 5 കൂട്ടരായിട്ട് തിരിച്ചിട്ടുള്ളൂ. ഞാൻ വിവരിക്കുന്നില്ല, അത് മറ്റൊരിക്കൽ സഭാപഠനം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇടയാകും. മാനർ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ, ഒന്നാമത്തെ പാഠം 3 തിരിക്കണം. അതാ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പിതാവ് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഫാദർ ഗോഡ് റിസറക്റ്റഡ് സൺ ഗോഡ്. പത്രോസിന്റെ പ്രസംഗത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ കൃത്യമായി പത്രോസ് ഇത് പ്രസ്താവിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. ഈ വാക്യം നാം പലതവണ ആവർത്തിച്ചതാണ്. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായി. യേശു, ജീസസ് റിസറക്റ്റഡ് എന്നല്ല, ജീസസ് വാസ് റിസറക്റ്റഡ് ബൈ ഗോഡ്. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാനതിന് സ്നാനപ്പെടാത്ത ആളുകളുടെ ശ്രദ്ധയ്ക്ക് പറയാം. സ്നാപകൻ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയാണ് ചെയ്യുന്നത്. സ്നാനാർത്ഥി തന്നെത്താൻ പൊങ്ങി വരിക അല്ല. ഇന്നത്തെ സ്നാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും സ്ക്രിപ്ചറൽ രീതിയല്ല. ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ചർച്ച് കഴിഞ്ഞ വർഷമല്ല, കോവിഡ് കാലത്ത് ഒരു സ്നാനം നടത്തിയത് വളരെ വിചിത്രമായ രീതിയിലായി. എല്ലാവരോടും പറഞ്ഞു, സ്നാനപ്പെടാനുള്ളവർ വീട്ടിൽ പോയിട്ട് ബക്കറ്റിൽ വെള്ളം കോരി തലയിൽ ഒഴിക്കുക. ഞാനൊരു നീണ്ട കത്ത് അവിടുത്തെ സീനിയർ പാസ്റ്റർക്ക് അയച്ചു.
ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന മഹാനായ ദൈവദാസൻ സ്ഥാപിച്ച സഭയാണത്. തിരുവെഴുത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവവചനം പഠിപ്പിച്ച ഒരു ദൈവദാസന്റെ സഭ ഈ നിലയിൽ അധപ്പതിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നാപകൻ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുന്നതുപോലെ പിതാവായ ദൈവം പുത്രനായ മിശിഹായെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണത്. സ്നാനം ക്രിസ്തീയ ജീവിതത്തിലെ മഹത്വകരമായ കർമ്മമാണ്. പിതാവായ ദൈവം പുത്രനെ വെള്ളത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അടക്കസ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ നാടകവൽക്കരണമാണ്, ഡ്രാമറ്റൈസേഷനാണ് ഒരുവനെ വെള്ളത്തിൽ നിന്ന് സ്നാപകൻ ഉയർത്തുമ്പോൾ സംഭവിക്കുന്നത്. 4 വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിതാവ് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2:32 ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആക്സ് 2:32. സഹോദരി വായിക്കണ്ട. 10:40 ആക്സ് 10:40 ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആക്സ് 13:30 13:30 ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. റോമർ 6:4 ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേൽപ്പിച്ചു. പിതാവ് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്ത്രീത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ വളരെ അവഗാഹമായ ജ്ഞാനമുള്ള ഒരു ദൈവദാസനാണ് പാസ്റ്റർ CV ആൻഡ്രൂസ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ചെറുതാണ്. 2-ാമത്തെ പാഠം, 1-ാമത്തെ പാഠം പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2-ാമത്തെ പാഠം യേശു തന്നെ ഉയർത്തെഴുന്നേറ്റു. കാത്തലിക്സ് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, ജീസസ് റിസറക്റ്റഡ്. അത് തെറ്റാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ അത് തന്നെ തെറ്റല്ല എന്ന തിരുവെഴുത്ത് വീണ്ടും വീണ്ടും പഠിച്ചപ്പോൾ മനസ്സിലായി. തെളിവ് യോഹന്നാൻ 10:18, ജോൺ 10:18 വായിക്കാമോ കുഞ്ഞെ? 10:18 ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ അതിനെ പറഞ്ഞാൽ ജീവനെ, ആരും ജീവനെ എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. അടുത്തത് ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരം. അതിനെ എന്ന് പറയുന്ന ജീവനെ മുകളിൽ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അടുത്ത പദം ശ്രദ്ധിക്കണം. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. എനിക്ക് എൻ്റെ ജീവനെ പ്രാപിപ്പാൻ അധികാരമുണ്ട്. കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. ഇനി ഈ വാക്യം പോരാന്നുണ്ടെങ്കിൽ യോഹന്നാൻ 2:19 ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അപ്പൊ യേശു കർത്താവ് തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നതിന് സ്ഥാപിക്കാൻ ഈ വാക്യങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ കോംപ്രിഹെൻസീവായിട്ട് പഠിപ്പിക്കും. ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഒരാശയം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് തെറ്റായിപ്പോകും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗവും ഈ ഭാഗവും അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗവും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകാൻ പോകുന്നു. ആദ്യത്തെ ഭാഗത്ത് നാം പഠിച്ചു പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2-ാമത്തെ ഭാഗത്ത് പറയുന്നു, യേശു പറയുന്നു എനിക്ക് ഇത് പുതുക്കി പണിയാൻ കഴിയും. 3-ാമത്തെ പാഠം പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 1 പത്രോസ് 3:18 വായിക്കാമോ?
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അത് മലയാള ഭാഷാന്തരം തെറ്റാണ്. അത് ശരിക്കു വായിക്കേണ്ടത് ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷിൽ KJV ഞാൻ ഉദ്ധരിക്കാം. He was quickened by the Spirit. ചില വാക്കുകൾ മലയാളത്തിൽ നമുക്ക് വ്യക്തമല്ലെങ്കിൽ ഉടനെ ഇംഗ്ലീഷ് ഭാഷാന്തരം നോക്കണം. ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു എന്നല്ല, ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. He was quickened by the Spirit. അവിടെ സ്പിരിറ്റ് എന്ന വാക്ക് നോക്കണം. യെസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. ISV എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ ക്ലിയർ ആയി മനസ്സിലാകുന്നതാണ്. Brought to life by the Spirit. Brought to life. ജീവനിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരാ വാസ്തവത്തിൽ? പിതാവാണെന്നൊരു ഭാഗത്ത് വായിച്ചു, പുത്രനാണെന്ന് നാം വായിച്ചു, പിന്നെ പരിശുദ്ധാത്മാവാണെന്ന്. അപ്പോൾ ഈ പഠനത്തെ ക്രോഡീകരിച്ചാൽ സൃഷ്ടിയിൽ ത്രിത്വത്തിന്റെ പങ്കാളിത്തം പോലെ തന്നെ പുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിലും ത്രിത്വത്തിന്റെ പങ്കാളിത്തമുണ്ട്. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമാണ് ദൈവവചനം. സംശയത്തിന് ഇടതരാത്ത വിധം വ്യക്തവും സുതാര്യവും ബോധ്യം നൽകുന്നതുമാണ് തിരുവെഴുത്ത്. അപ്പം യേശു കർത്താവിന്റെ the manner of Christ's resurrection was by the Trinitarian God. ത്രിത്വ ദൈവമാണ് യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പാസ്റ്ററുടെ ത്രിത്വ പഠനത്തിന് ഒരു പുട്ടിന് തേങ്ങാപ്പീര പോലെ ഇതുകൂടെ ആഡ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഉയർപ്പ് ത്രിത്വത്തിന്റെ മഹാക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തന്നെത്താൻ ഉയർത്തതല്ല, പിതാവ് മാത്രമായി ഉയർപ്പിച്ചതല്ല, പരിശുദ്ധാത്മാവ് മാത്രമായിട്ടല്ല. ചുരുക്കത്തിൽ സകല ദൈവപ്രവർത്തികളിലും ത്രിത്വത്തിന്റെ ഏകീകൃതമായ പങ്കാളിത്തം ശ്രേഷ്ഠമായി തിരുവെഴുത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അടുത്ത പാഠം വളരെ സുപ്രധാനമായ പാഠം. തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. നോട്ട് എഴുതേണ്ടവർക്ക് നെസസിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റിസറക്ഷൻ. ഉയർപ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും. എന്തുകൊണ്ട് ഉയർപ്പ്? എന്തിനുയർപ്പ്? നിങ്ങളെ പറയുന്നു, എന്തുകൊണ്ട് ഉയർപ്പ്, എന്തിനുയർപ്പ്? ഞാൻ 11 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയും എഴുതാം. ഞാൻ അവിടെ നിർത്തിയതാണ് തിരുവെഴുത്തിൽ നിന്നുള്ള പഠനത്തിൽ. ഒന്നാമത്തെ കാരണം 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് അതിന്റെ കാതൽ. ഉയർപ്പിന്റെ പ്രാധാന്യം പൗലോസ് ഇത്ര ലോജിക്കൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയി 115 വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. ക്രിസ്തുമാർഗത്തിന്റെ മഹത്വത്തെ ഇതിനേക്കാൾ ഭംഗിയായി എങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുമെന്ന് 1 കൊരിന്ത്യർ 15 വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. What a man was he. ഒന്നാമത്തെ പാഠം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥം. 1 കൊരിന്ത്യർ 15:14. അപ്പൊ എന്റെ പ്രസംഗത്തെ അർത്ഥപൂർണമാക്കുന്നത് ഉയർപ്പാണ്. ഉയർപ്പില്ലെങ്കിൽ എന്റെ പ്രസംഗം പൂജ്യമാണ്. 2, എന്റെ വിശ്വാസം വ്യർത്ഥം. 1 കൊരിന്ത്യർ 15:14 തന്നെ. ശ്രദ്ധിക്കൂ, എന്റെ പ്രസംഗം അർത്ഥപൂർണവും
ചൈതന്യമുള്ളതും എൻ്റെ അധികാരമുള്ളതുമായി മാറുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വളരെ വേദനയോടെ പറയാം, പള്ളിയിൽ വരുന്ന പല ആളുകളും ഉയർപ്പൊക്കെ വെറും കഥയാണെന്ന് ധരിക്കുന്നവരുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവർ ദയവായി പള്ളിയിൽ വരാതിരിക്കുക. ദൈവത്തിന് വേണ്ട അത്തരം ആളുകളെ. ചർച്ച് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ പ്രസംഗം വ്യർത്ഥമാണെന്നൊക്കെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? പ്രസംഗം വ്യർത്ഥം എന്ന് വെറുതെ വായിച്ചു പോകരുത്. എൻ്റെ ജീവിതം വ്യർത്ഥം. ഐ എം കോൾഡ് ടു പ്രീച്ച്. ഞാൻ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിത ദൗത്യം പ്രസംഗമാണ്. അങ്ങനെയെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം വ്യർത്ഥമാണ്. എൻ്റെ ജീവിതം അർത്ഥശൂന്യമാണ്. എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതാകുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന ധാരണയ്ക്കകത്താണ്. തിരിച്ച് ഒരുവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും ഒരുവന്റെ ജീവിതത്തെ ധന്യമാക്കുന്നതും ഒരുവന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നതും ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ഹല്ലേലൂയ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ള പാസ്റ്റർ ടി വി സക്കറിയ. ഹൃദയം കൊണ്ട് വളരെ അടുത്തിട്ടുള്ള ഒരു ദൈവത. അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, പാസ്റ്ററെ, ഞാൻ എല്ലാം റെഡിയാ പോകാൻ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഐ എം റെഡി ടു ഗോ എനി ഡേ. മരണമെന്ന് കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഉപദേശിമാർ ഉൾപ്പെടെ. മരിക്കാൻ മനസ്സില്ലാത്തവരാണ് പലരും. മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, അതായിട്ട് വരും, നമുക്ക് പഠിക്കാം. രണ്ട് കാര്യം പറഞ്ഞു, വിവരിക്കുന്നില്ല. മൂന്നാമത്തെ പാഠം, ക്രിസ്തു ഞാൻ വായിക്കാമോ? വാക്യമൊക്കെ ഭയങ്കര രസമാണ്. 1 Corinthians 15:18. 1 Corinthians 15 നിങ്ങളും തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ 1, 2, 3 എഴുതിയിടാം. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. മുകളിലത്തൂടെ ചേർത്ത് വായിക്കും, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. മുകളിലത്തൂടെ ചേർത്ത് വായിക്കും. ക്രിസ്തു ഉയർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അത് വിവരിക്കാം പിന്നീട്. അടുത്തത്, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. അപ്പൊ അത് മാത്രമായിട്ട് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഈ കോണ്ടെക്സ്റ്റുവൽ ടീച്ചിങ് എന്നത് വളരെ പ്രധാനമാണ് തിരുവെഴുത്തിൽ. നല്ല ഉദാഹരണം ഞാൻ പറയും. കോണ്ടെക്സ്റ്റുവൽ ടീച്ചിങ് തെറ്റിച്ച് പ്രസംഗിക്കുന്നതിന് നല്ല ഉദാഹരണമുണ്ട്. നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു വേദഭാഗത്തിലെ പ്രസംഗമുണ്ട്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. 99% പ്രസംഗികളും പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചാണ് ഈ വാക്യം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത്. പക്ഷെ ആ വാക്യം പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചേ അല്ല. ഈ അത്യന്ത ശക്തി എന്നത് എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഇതാണ് കോണ്ടെക്സ്റ്റുവൽ ടീച്ചിങ്. മുകളിലത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ വാക്യത്തിന്റെ പൊരുളറിയുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിലുള്ള ഒരു വളരെ അപകടകരമായ ഒരു കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. മുകളിലത്തെ വാക്യം നോക്കിയിട്ട് വേണം ഈ വാക്യത്തിന്റെ അർത്ഥം പറയാൻ. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ആ വാക്യം എടുത്ത് എന്തുമൊക്കെയാ പ്രസംഗിക്കുന്നത്. പക്ഷെ എന്തിനെ കുറിച്ച് അവിടെ പറയുന്നറിയാമോ? നിങ്ങൾ ഒരാളോട് ക്ഷമിച്ചില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുമെന്നാ പറയുന്നത്. അവിടെ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നത് സാത്താന്റെ ഒരു തന്ത്രമാണെന്നാണ് പൗലോസ് പറയുന്നത്. അത് പ്രസംഗിച്ചാൽ നെഞ്ചത്ത് കൊള്ളും, അതുകൊണ്ട് അതങ്ങ് കളയും. ഇതൊക്കെ ഞാൻ പറയുന്നത്, ദീസ് ആർ ഓൾ സ്ട്രാറ്റജീസ് ഓഫ് ദ എനിമി.
ദൈവമക്കൾ ദൈവത്തോട് അടുക്കാതിരിക്കാനുള്ള ശത്രുവിന്റെ പല തന്ത്രങ്ങളിൽ ഒന്നാണ്. പോട്ടെ, മടങ്ങി വരട്ടെ. ഇവിടുത്തെ വാക്യം, നിങ്ങൾ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, ആ വാക്യം തിരിച്ചു ചിന്തിച്ച്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതു കൊണ്ട് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിക്കില്ല. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ എഴുന്നേറ്റ് വരും, നിശ്ചയമാണ്. തീക്കകത്ത്, എണ്ണയ്ക്കകത്ത് വെന്തു മരിച്ച പോളികാർപ്പ് എഴുന്നേറ്റ് വരുമെന്ന് ലാറ്റിമറും റോഡ്ലിയും ഇംഗ്ലണ്ടിൽ കച്ചിക്കകത്ത് പൊതിഞ്ഞ് കത്തിച്ചു കൊന്നെങ്കിൽ അവർ എഴുന്നേറ്റ് വരും ഇംഗ്ലണ്ടിൽ നിന്ന്. എന്റെ വിശ്വാസത്തിന്റെ മഹത്വം, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിക്കില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ അല്ലാതെ നിദ്ര കൊണ്ടവർ നശിച്ചു പോകും. നിങ്ങളെ വാക്യമൊക്കെ ആ സ്ട്രക്ചർ വെച്ച് പഠിക്കണം. ക്രിസ്തുവിലല്ലാതെ മരിച്ചവർ ആരായിരുന്നാലും അവർ നശിച്ചു പോകും. തിരിച്ച് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ആരാണെങ്കിലും, ലോകത്തിൽ ആരും അറിയാത്ത ദരിദ്രനായ ഒരു വിശ്വാസിയാണെങ്കിലും അവൻ നശിച്ചു പോകത്തില്ല. അവന്റെ പേരിൽ സ്മാരകങ്ങളില്ലെങ്കിലും അവൻ നശിച്ചു പോകത്തില്ല. ഇല്ല കുഞ്ഞെ, ആരും അറിയാത്ത വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. What an honorable faith is ours. What an honorable faith. വിശ്വാസിയായിരിക്കുന്നതിന്റെ അഭിമാനം, ഒരു വിശ്വാസിയായിരിക്കുന്നതിന്റെ ശ്രേഷ്ഠത, ഒരു ദൈവവൈതലായിരിക്കുന്നതിന്റെ മഹത്വം. നാലാമത്തെ വായിക്കാം മൗഞ്ഞ്. 17 വാക്യം ഒന്നുകൂടെ വായിക്കൂ. ഒരു 15 തുറന്നു വെച്ചോളൂ. 17 വാക്യം. ക്രിസ്തു ഉയർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. വാക്യമൊക്കെ നമ്മൾ മുറിച്ചു പഠിക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അഥവാ എന്റെ മാനസാന്തരം അർത്ഥപൂർണമായി തീർന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഇരിക്കുന്നില്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. പാപിയായിരുന്ന എന്റെ പാപത്തെ കഴുകിക്കളയാനിടയായി തീർന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, എന്റെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കൾക്ക് ഗിൽറ്റ് ഫീലിംഗിന്റെ വില പലപ്പോഴും അറിയില്ല. മാനസാന്തരപ്പെട്ടപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രധാന ഭാഗ്യം, ഗിൽറ്റ് ഫീലിംഗ് നമ്മുടെ അകത്തുനിന്ന് പോയി. ഗിൽറ്റ് ഫീലിംഗ് പാപബോധമല്ല, ഗിൽറ്റ് ഫീലിംഗ് കുറ്റബോധം. എളുപ്പം മനസ്സിലാക്കി ഞാൻ ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. പത്രോസും യൂദാസും. പത്രോസാണോ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്? യൂദായാണ്. സാധാരണഗതി ആളുകൾ പറയും യൂദായാണ്. അല്ല, യൂദായേക്കാൾ ഗൗരവകരമായ തെറ്റ് ചെയ്തത് പത്രോസാണ്. പത്രോസ് പറഞ്ഞത്, ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി.
അതിന്റെ മൂലഭാഷാ പഠനത്തിൽ മനസ്സിലാക്കുന്നത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ഞാൻ അവനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. രാകുവാനും ആണയിടാനും തുടങ്ങി എന്നുള്ളത് യഹൂദന്റെ ബോഡി ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഈ തലയ്ക്ക് കൈ കൊടുത്തിട്ടാ പറയുന്നത്. He was publicly declaring this great wrong statement. മറ്റവൻ 30 വെള്ളിക്കാശേ മേടിച്ചു. പക്ഷെ രണ്ടുപേരും കരഞ്ഞു, രണ്ടുപേരും ദുഃഖിതരായി. പക്ഷെ വ്യത്യാസം എവിടാണ്? 107 അധ്യായത്തിൽ പൗലോസ് അത് മനോഹരമായി വിവരിക്കുന്നു. പത്രോസിൻ്റെ അത് മാനസാന്തരമായി, യൂദായുടെ അത് കുറ്റബോധമായിരുന്നു. കുറ്റബോധം മരണത്തിലെത്തിക്കുമ്പോൾ പാപബോധം ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കും. കുറ്റബോധം മരണത്തിലേക്ക് കൊണ്ട് പാപബോധം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. 107 അധ്യായത്തിൽ വളരെ വിസ്തരിച്ച് മനോഹരമായി പൗലോസ് വിവരിക്കുന്നു. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. നമുക്ക് ഈ ഗിൽറ്റ് ഫീലിംഗിൽ നിന്ന് വിടുവിച്ച ദൈവസ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കൗൺസിൽ ചെയ്തു. ഭയങ്കര വിവരിക്കാൻ കഴിയാത്ത കുറ്റബോധത്തിനകത്ത് ഉരുകിത്തീരുകയാണ് ആ ചെറുപ്പക്കാരൻ. അവൻ പറയാൻ തയ്യാറായില്ല എന്താണ് അവനെ അലട്ടുന്ന കുറ്റബോധമെന്ന്. കുറേ ശ്രമിച്ചു കഴിഞ്ഞ് ഞാൻ കുറേ പ്രാർത്ഥിച്ച് അവനത് പൊട്ടിച്ചു. വളരെ വിചിത്രമായിരുന്നു. അവൻ്റെ 8 or 9 വയസ്സിൽ അവനോടൊരാൾ മിസ്ബിഹേവ് ചെയ്തതിൻ്റെ കുറ്റബോധം. വാസ്തവത്തിൽ എനിക്ക് അന്നാണ് മനസ്സിലായത് ഈ കുറ്റബോധം ഇത്ര അപകടകരമാം വിധം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. മനസാന്തരപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി വളരെ നന്ദിയോടെ മാനസാന്തരത്തിന് അവസരം തന്ന ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയണം. ഞാൻ എൻ്റെ പാപങ്ങളിൽ നശിക്കുന്നില്ല, പാപങ്ങളിൽ നശിക്കുന്നില്ല. 2-3 പാഠം കൂടെ സമയം നോക്കുമ്പോൾ ഇനിയും കുറച്ച് മിനിറ്റ് ഉള്ളൂ. 4 കാര്യങ്ങൾ നാം പഠിച്ചു. 1, എൻ്റെ പ്രസംഗം വ്യർത്ഥമാണ്, എൻ്റെ വിശ്വാസം വ്യർത്ഥമാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചു പോകുന്നു. 4, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. 5-ാമത്തത് 15:15. ഇതൊക്കെ ഗംഭീരമായ വാക്യങ്ങളാണ്. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ശ്രദ്ധിച്ചോ വാക്യം? ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തു. അത് മാത്രം എടുത്ത് വായിച്ചാൽ എന്തർത്ഥം വരുമെന്ന് ഓർക്കണം. ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ കളവ് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ഈ ക്രിസ്തു മാർഗത്തിലെ, എന്നോട് ദേഷ്യപ്പെടല്ലേ നിങ്ങളോ, വളരെ വിചിത്രമായൊരു ഫലിതമുണ്ട്. ആളുകളെ സ്വാധീനിക്കാനും ആളുകളുടെ മുൻപിൽ പ്രസംഗിക്കുന്നയാൾ ഒരു ശ്രേഷ്ഠനാണെന്ന് വരുത്താനും ധാരാളം കളവ് പറയുന്നത് ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ. പേര് പറയുന്നില്ല. നമുക്ക് അത്തരം ആളുകളെ കൊണ്ട് നടക്കാൻ ഒരു ലജ്ജയുമില്ല. IIT-യുടെ വാതിൽ പോലും കാണാത്ത ഒരുത്തൻ ഞാൻ IIT-യിൽ പഠിച്ചതാണെന്ന്
പറഞ്ഞ് സ്വാധീനം ഉണ്ടാക്കിയ കഥ നമുക്കറിയാം. ഇന്നും അയാൾ വലിയ പ്രഭാഷകനാണ്. ഒരിക്കൽ പോലും ആളുകൾ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇവന്റെ അടിസ്ഥാനം തെറ്റാണ്, ഇവനെ ശുശ്രൂഷിക്കാൻ വിളിക്കരുത് എന്ന് നാം ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി 10 കളവ് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. അങ്ങനെയാണെന്നും അർത്ഥം. സത്യദൈവത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കളവ് വേണോ? ഞാൻ എൻ്റെ പ്രസംഗം നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു കളവ് പറയുന്ന ആളാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്യണം. എനിക്കൊരു വേദി പോലും തരാൻ പാടില്ല. കാരണം ദൈവത്തിന് കള്ളസാക്ഷികളെ വേണ്ട. ദൈവത്തിന് വേണ്ട. നമ്മുടെ ദൈവം അത്ര ചെറുതാണോ പ്രിയപ്പെട്ടവരെ? Are you not belittling your God? ദൈവത്തിന് വേണ്ടി കളവ് പറയണോ നാം? ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ അല്ല എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ഞങ്ങൾ സത്യമാർഗക്കാരാണ്. ഞങ്ങൾ സത്യം മാത്രമേ പറയൂ. ഇന്ന് രാത്രി ഒരു പ്രതിഷ്ഠ എടുക്കുമോ? ജീവിതത്തിൽ ഒരു പ്രായോഗികമായ തീരുമാനമെടുക്കുമോ? ഒന്നുകൂടെ ഞാൻ കയറി പറയാം. ഞാനും നിങ്ങളും ഓരോ കളവ് പറയുമ്പോഴും ഞാനും ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ വീഴുകയാണ് എന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാൻ എൻ്റെ ഭാര്യയോട് കളവ് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടാകുകയാണ്, ഒരു വിള്ളൽ ഉണ്ടാകുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ കളവ് പാടില്ല, സഭാബന്ധങ്ങളിൽ കളവ് പാടില്ല. നിങ്ങളുടെ ജോലി സ്ഥലം, ഒന്നുകൂടി ഞാൻ കയറി പറയാം, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ഓഫീസിലെ ഒരു മുട്ടുസൂചി പോലും വരാൻ പാടില്ല. സത്യമാർഗക്കാരാണ് നാം. സത്യം മാത്രം പഠിപ്പിക്കുന്ന, സത്യത്തിൽ ജീവിക്കുന്ന സത്യത്തിന്റെ സാക്ഷികളാണ്. ഞങ്ങൾക്ക് ദൈവത്തിനു വേണ്ടി കള്ളസാക്ഷികളെ വേണ്ട. ധീരതയോടെ, ആർജവത്തോടെ ഇന്ന് രാത്രി പറയാൻ കഴിയണം, ഞാൻ കളവ് പറയില്ല, എന്റെ ജീവൻ പോയാലും. ഞാൻ കഴിഞ്ഞ ദിവസം കെനിയയിൽ മരിച്ച ഒരു ചെറുപ്പക്കാരനെയും ഭാര്യയെയും കുറിച്ച് വായിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമായ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിന് പേരിൽ ഭരണാധികാരികൾ 2 പേരെയും പിടിച്ചു. ക്രിസ്ത്യാനികളാണ് എന്ന കാരണത്താൽ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഭർത്താവിന്റെ ഒരു കണ്ണവർ ചൂഴ്ന്നു കളഞ്ഞു. ഭാര്യ ആദ്യം ഭർത്താവിനോട് പറഞ്ഞു, സമ്മതിച്ചേക്കൂ, ഈ വിശ്വാസം ശരിയല്ല, തെറ്റാണെന്ന്. ആ യുവാവ് പറഞ്ഞില്ല, ഞാൻ സത്യവിശ്വാസിയാണ്, ഞാൻ സത്യം മാത്രമേ പറയൂ. തന്റെ ഭർത്താവിന്റെ ദൈവത്തിലുള്ള ആശ്രയവും സത്യമാർഗത്തെ കുറിച്ചുള്ള ബോധ്യവും ആ യുവതിയുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി. അവന്റെ 2ാമത്തെ കണ്ണും ചൂഴ്ന്നപ്പോഴും ഈ പെൺകുട്ടി നേരത്തെ പറഞ്ഞതിന് വിപരീതമായി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ഈ സത്യമാർഗം ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും നമുക്കുറപ്പോടെ പറയണം, ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കളവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് ലോകം മുഴുവനും ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചാലും ഉറപ്പോടെ ഞങ്ങൾ പറയും, യേശു ഉയർത്തെഴുന്നേറ്റു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ എന്റെ വിശ്വാസ മാർഗത്തിൽ ഇറങ്ങി. ചില വർഷങ്ങൾ കഴിഞ്ഞു ബോംബെയിൽ എൻ്റെ ഒരു പഴയ സ്നേഹിതനെ കണ്ടുമുട്ടി. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ
ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കാനൊക്കെ പോകുമായിരുന്നു. ബോംബെയിൽ വെച്ച് അദ്ദേഹം എന്നെ കണ്ടു വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരുമിച്ച് കൂടണം. വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ്. വൈകുന്നേരം താനുമായി ഒരു ഹോട്ടലിൽ ചെന്നു. അദ്ദേഹം മദ്യം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കുടിക്കത്തില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അങ്ങ് കുപിതനായി. കുപിതനായി തൻ്റെ സീറ്റിൽ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ മുന്നിലിരുന്ന ഗ്ലാസ് വളരെ ശബ്ദത്തോടെ മേശപ്പുറത്ത് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, സേവിയർ യു ആർ എ ഫാനറ്റിക്. സേവിയർ, നീ ഒരു മതഭ്രാന്തനാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സർ, ഈ ലോകം മുഴുവനും എന്നെ ഫാനറ്റിക് എന്ന് വിളിച്ചാലും യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നതും നമ്മുടെ ജീവിതം ശാശ്വതമാകുന്നതും നമ്മുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞതും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ബോധ്യത്തിനകത്ത് നിന്നാണ്. ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ മുൻപിൽ കൂത്തുകാഴ്ചകളായാലും മറ്റുള്ളവർ നമ്മെ ഭോഷന്മാരെന്ന് വിളിച്ചാലും നമുക്കുറപ്പോടെ പറയാൻ കഴിയണം, ഞാൻ ഈ തിരുവെഴുത്തുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് എൻ്റെ സത്യസാക്ഷ്യമാണ്. എനിക്ക് ദൈവത്തിന് കള്ളസാക്ഷിയാകേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദൈവം സത്യദൈവമാണ്. ഈ വാക്കുകളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.